ഒരു യുദ്ധവുമില്ലാതെ ഒരു രാജ്യത്തെ നശിപ്പിക്കണമെങ്കിൽ അവിടത്തെ യുവാക്കൾക്കിടയിൽ വ്യഭിചാരവും നഗ്നതയും സാധാരണമാക്കുക. ജെറുസലേം കീഴടക്കിയ സലാഹുദ്ദീൻ അയ്യൂബിയുടെ വാക്കുകളാണിത്. ഈ വീഡിയോയിൽ നമ്മൾ മുതിർന്നവർക്കുള്ള ഒരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ഈ ദുശ്ശീലത്തിന് അടിമപ്പെട്ടവരോ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവരോ അല്ലാത്തവർ ദയവായി ഈ വിഷയത്തെക്കുറിച്ചറിയാൻ കൗതുകം കാണിക്കരുത്. കാരണം ഈ ഒരു കാര്യം കൊണ്ട് നശിച്ചുപോയവർ ഒരുപാടുണ്ട്. എന്നാൽ ഇതിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നവർ തുടരുക. അല്ലാഹു നിങ്ങളെ സഹായിക്കട്ടെ. പ്രവാചകൻ മുഹമ്മദ് നബി ഒരിക്കൽ പറഞ്ഞു, കണ്ണ് വ്യഭിചാരം ചെയ്യാറുണ്ട്. കൈകളും കാലുകളും നാവും ശരീരവും അത് ശരിവയ്ക്കുകയോ നിഷേധിക്കുകയോ ചെയ്യുന്നു. ഇന്നത്തെ ദുഃഖകരമായ സത്യം, പോണോഗ്രഫി ഒരു മഹാപാപമാണെന്ന് അറിഞ്ഞിട്ടും മുസ്ലിങ്ങൾ അതിൽ വീണുപോകുന്നു എന്നതാണ്. അത്രയേറെ ശക്തമാണ് ഈ അടിമത്തം. ഹറാമിലേക്ക് വളരെ എളുപ്പത്തിൽ എത്താൻ കഴിയുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ഒരു ശീലം ദശലക്ഷക്കണക്കിന് ആളുകളെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ വീഡിയോ അവസാനം വരെ കാണുക. കാരണം ഈ ചർച്ച വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് ദുർബലരാകരുത്. ഈ അടിമത്തത്തെ എങ്ങനെ ശരിയായ രീതിയിൽ നേരിടാമെന്ന് നമുക്ക് നോക്കാം. 1. ഈ ശത്രുവിനെ തിരിച്ചറിയുക. പോൺ അഡിക്ഷൻ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും വിഷലിപ്തമാക്കുന്നു. ഇത് കടുത്ത ഉത്കണ്ഠ, വിഷാദം, ആത്മവിശ്വാസമില്ലായ്മ, ജീവിതത്തിലെ സന്തോഷം നഷ്ടപ്പെടൽ എന്നിവയ്ക്ക് കാരണമാകുമെന്ന് എണ്ണമറ്റ പഠനങ്ങൾ പറയുന്നു. ഇത് നിങ്ങളുടെ ഭാവിയെയും ബന്ധങ്ങളെയും നശിപ്പിക്കുന്നു. ഈ ശീലത്തിന് അടിമപ്പെട്ടവർ എപ്പോഴും ലജ്ജയിലും കുറ്റബോധത്തിലുമായിരിക്കും ജീവിക്കുക. ഒന്ന് ചിന്തിച്ചു നോക്കൂ. പോൺ കാണുന്നവർ എന്താണ് ചെയ്യുന്നത്? അവർ എല്ലാവരിൽ നിന്നും ഒളിച്ചുമാറി ഒരു സ്വകാര്യ സ്ഥലം കണ്ടെത്തുന്നു. ആരും കാണുന്നില്ല, ആരും കേൾക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നു. എന്നാൽ അവർ ഒരു കാര്യം മറന്നുപോകുന്നു. എല്ലാം എപ്പോഴും കാണുന്ന, എല്ലാം കേൾക്കുന്ന ഒരാളുണ്ട്, സർവശക്തനായ അല്ലാഹു. ഇതറിഞ്ഞിട്ടും അവർ ആ കെണിയിൽ വീണുപോകുന്നു. ഖുർആൻ സത്യവിശ്വാസികളോട് അവരുടെ നോട്ടം താഴ്ത്താൻ വ്യക്തമായി കൽപ്പിക്കുന്നുണ്ട്. ഈ ദുശ്ശീലത്തിൽ മുഴുകുന്നതിലൂടെ നിങ്ങളുടെ ഈമാൻ നഷ്ടപ്പെടുന്നു. അറിവ് നേടാനും പഠനത്തിൽ ശ്രദ്ധിക്കാനുമുള്ള നിങ്ങളുടെ കഴിവില്ലാതാകുന്നു. കാരണം ഒരു പാപിയുടെ ഇരുണ്ട ഹൃദയത്തിൽ അല്ലാഹുവിന്റെ പ്രകാശത്തിന് നിലനിൽക്കാൻ കഴിയില്ല. 2. അടിമത്വം അംഗീകരിക്കുക, തൗബ ചെയ്യുക. ഈ അടിമത്തത്തിൽ നിന്ന് പുറത്തുവരാനുള്ള ആദ്യപടി തനിക്കൊരു പ്രശ്നമുണ്ടെന്ന് ധൈര്യപൂർവ്വം സമ്മതിക്കലാണ്. സ്വന്തം ബലഹീനതയെ അഭിമുഖീകരിക്കലാണ്. ഈ ഒരു തിരിച്ചറിവ് നിങ്ങളെ ഈ നിഴലിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. നിങ്ങൾക്ക് കൂടുതൽ അശ്ലീലമായ വീഡിയോസ് കാണാൻ തോന്നുന്നുണ്ടോ? യഥാർത്ഥ ജീവിതത്തിലെ ബന്ധങ്ങളിൽ നിന്ന് നിങ്ങൾ ഒളിച്ചോടുന്നുണ്ടോ? ഏതെങ്കിലും ഒരു വെബ്സൈറ്റിലേക്കോ ട്രെൻഡിംഗ് വീഡിയോയിലേക്കോ പോകുമ്പോൾ തന്നെ നിങ്ങൾ അതിലേക്ക് തന്നെ പോകുന്നുണ്ടോ? ഓരോ തവണയും ഇത് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് കുറ്റബോധവും ലജ്ജയും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ അടിമത്തത്തിലാണെന്ന് സമ്മതിക്കുക. അതിനുശേഷം അല്ലാഹുവിലേക്ക് പൂർണ്ണമായി മടങ്ങുക. നിങ്ങളുടെ ജീവിതത്തിന്റെയും മരണത്തിന്റെയും നിയന്ത്രണം അല്ലാഹുവിന്റെ കയ്യിലാണെന്ന് വിശ്വസിക്കുക. അല്ലാഹുവിന് മാത്രമേ നിങ്ങളെ ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയൂ എന്ന് വിശ്വസിക്കുക. നിങ്ങളുടെ തെറ്റുകൾ അല്ലാഹുവിനോട് ഏറ്റുപറയുക. പോർണോഗ്രഫിയോടുള്ള നിങ്ങളുടെ അടിമത്തത്തെക്കുറിച്ച് പ്രത്യേകം പറയുക. ഈ പശ്ചാത്താപത്തിന് ശേഷം ഒരു മാറ്റത്തിന് തയ്യാറാകുക. ആ പാപത്തിൽ നിന്ന് പൂർണ്ണമായി പിന്തിരിഞ്ഞുകയും ഇനി അത് ആവർത്തിക്കുകയില്ലെന്ന് സ്വയം പ്രതിജ്ഞ ചെയ്യുകയും ചെയ്യുക. ഈ തൗബയിൽ ഉറച്ചു നിൽക്കാനും വീണ്ടും ആ തെറ്റിലേക്ക് വഴുതി വീഴാതിരിക്കാനും നിങ്ങൾക്കൊരു പക്ഷേ ഒരു സഹായം വേണ്ടിവരും. അതുകൊണ്ടാണ് വെറുമൊരു കോഴ്സ് എന്നതിലുപരി നിങ്ങളുടെ 6 വർഷത്തെ അനുഭവത്തിൽ നിന്നും 3000-ലധികം പേരെ മാറ്റിയെടുത്തതിൽ നിന്നും ഞങ്ങൾ ഈ പ്രോഗ്രാം ഉണ്ടാക്കിയെടുത്തത്. ഈ കെണിയിൽ നിന്ന് പുറത്തുവരാനും നിങ്ങളുടെ ഈമാനും ജീവിതവും തിരിച്ചുപിടിക്കാനുമുള്ള കൃത്യമായ വഴികൾ ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കും. ഈ ജേണിയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. സഹായം വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ മെസ്സേജ് അയയ്ക്കുക. അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലും പിൻ ചെയ്ത കമന്റിലും നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. 3. ജീവിതത്തിൽ നല്ല ശീലങ്ങൾ നിറയ്ക്കുക. ഈ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മോശം കാര്യങ്ങൾ ഒഴിവാക്കിയാൽ മാത്രം പോരാ, പകരം നല്ല ശീലങ്ങൾ ജീവിതത്തിൽ നിറയ്ക്കണം. നല്ല കൂട്ടുകെട്ട്, അല്ലാഹുവിനെ ഭയപ്പെടുന്ന, പാപങ്ങളെക്കുറിച്ച് ലാഘവത്തോടെ സംസാരിക്കാത്ത നല്ല കൂട്ടുകാരെ കൂടെ നിർത്തുക. സമയം നല്ലതിന് ഉപയോഗിക്കുക. ഖുർആൻ വായിക്കാനും അറിവ് നേടാനും മറ്റുള്ളവരെ സഹായിക്കാനും സമയം കണ്ടെത്തുക. നോമ്പ് ഒരു പരിചയാണ്. വിവാഹം കഴിക്കാൻ സാധിക്കാത്തവർ നോമ്പെടുക്കണമെന്ന് പ്രവാചകൻ മുഹമ്മദ് നബി ഉപദേശിച്ചിട്ടുണ്ട്. കാരണം നോമ്പ് ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു പരിചയാണ്. സാഹചര്യങ്ങളെ ഒഴിവാക്കുക. നിങ്ങളെ പ്രലോഭനങ്ങളിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് സ്വയം മാറി നിൽക്കുക. അശ്ലീല വീഡിയോസും കോണ്ടന്റ്സും ബ്ലോക്ക് ചെയ്യാനുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുക. 4. ക്ഷമയോടെ മുന്നോട്ടു പോകുക. ഈ മാറ്റം ഒരു നീണ്ട യാത്രയാണ്. അതുകൊണ്ട് ഒറ്റ രാത്രി കൊണ്ട് ഫലം പ്രതീക്ഷിക്കരുത്. നിങ്ങൾ വീണ്ടും തെറ്റിൽ വീണുപോയാൽ നിരാശപ്പെടരുത്. അതിനെ അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കാനുള്ള ഒരു അവസരമായി കാണുക. പശ്ചാത്തപിക്കുക. നിങ്ങളുടെ പോരായ്മകൾ വിലയിരുത്തി വീണ്ടും തുടങ്ങുക. ക്ഷമയോടെ മുന്നോട്ടു പോകുന്ന ഒരാൾക്ക് അല്ലാഹുവിൽ പൂർണ്ണ വിശ്വാസമുണ്ടാകും. ഈ അടിമത്തം പോലും അല്ലാഹുവുമായി കൂടുതൽ ആഴത്തിലുള്ള ഒരു ബന്ധം സ്ഥാപിക്കാനുള്ള ഒരു വഴിയായിരിക്കാമെന്ന് ആ വ്യക്തി മനസ്സിലാക്കാൻ തുടങ്ങും. സഹോദരങ്ങളെ, ഇത് ഹൃദയത്തെ ബാധിക്കുന്ന ഒരു രോഗമാണ്. ആ രോഗത്തെ സുഖം വേണമെങ്കിൽ നിങ്ങൾ ഹൃദയത്തിലെ യുദ്ധക്കളത്തെക്കുറിച്ച് മനസ്സിലാക്കണം. നിങ്ങളുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുക. മരുന്നിന്റെ കയ്പ് ക്ഷമയോടെ അനുഭവിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ പാപത്തിന്റെ നിത്യമായ കയ്പ് അനുഭവിക്കേണ്ടി വരും. നിങ്ങൾക്ക് ഈ ദുശ്ശീലത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. നിങ്ങൾ ഒറ്റയ്ക്കല്ല.
അള്ളാഹുവിൻ്റെ സഹായത്തോടെ, ശരിയായ അറിവോടെ, അച്ചടക്കത്തോടെ നിങ്ങൾ ഈ യുദ്ധത്തിൽ വിജയിക്കുക തന്നെ ചെയ്യും.